السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحابه سيدنا ومولانا محمد. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആൻ ഷരീഫിലെ വളരെ പ്രാധാന്യമുള്ള മഹത്വമുള്ള രണ്ട് സൂറത്തുകളാണ് സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. ഈ രണ്ട് സൂറത്തുകൾക്കും ഒരുമിച്ച് മുഅവ്വിദത്തൈനി എന്ന് പറയും. ഈ രണ്ട് സൂറത്തിൻ്റെയും മഹത്വത്തെക്കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞതായി ഒരു ഹദീസിൽ നമുക്ക് കാണാം. നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്, അതായത് മുഅവ്വിദത്തൈനി, ഈ രണ്ട് സൂറത്തുകളും നിങ്ങൾ 3 തവണ പാരായണം ചെയ്താൽ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അത് മതി എന്ന് ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി കാണാം. മറ്റൊരു ഹദീസിൽ ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരാൾ കിടന്നുറങ്ങാൻ ഉദ്ദേശിക്കുന്ന ഘട്ടത്തിൽ, കിടക്കാൻ പോകുന്ന ഘട്ടത്തിൽ ഒരാൾ 3 തവണ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് പാരായണം ചെയ്താൽ അവന് ആ ഉറക്കിൽ അവൻ മരണപ്പെടുകയാണെങ്കിൽ, ഈ 3 സൂറത്തുകളും 3 തവണ ഓതിയിട്ടാണ് അവൻ കിടന്നുറങ്ങി ആ ഉറക്കിൽ അവൻ മരണപ്പെട്ടു പോയാൽ അവൻ്റെ മരണം ഷഹീദിൻ്റെ മരണമാണ് എന്ന് ഹബീബായ മുത്തനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന മരണമാകും ആ കിടത്തത്തിൽ, ആ കിടന്നുറങ്ങാൻ ഉദ്ദേശിക്കുന്ന ഘട്ടത്തിൽ ഈ സൂറത്തുകൾ 3 തവണ ഓതി അവൻ കിടന്നുറങ്ങി മരണപ്പെട്ടാൽ അവൻ്റെ മരണം ഷഹീദിൻ്റെ പ്രതിഫലം കിട്ടുന്ന മരണമാണ് എന്നാണ് മുത്തനബി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി അവൻ മരിക്കാതെ ജീവിക്കുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം റഹ്മാനായ തമ്പുരാൻ ഈ സൂറത്തുകൾ കിടന്നുറങ്ങാൻ ഉദ്ദേശിക്കുന്ന ഘട്ടത്തിൽ 3 തവണ ഓതിയതിൻ്റെ ഫലം കൊണ്ട്, അതിൻ്റെ പുണ്യം കൊണ്ട് അവൻ്റെ ദോഷങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കും എന്ന് ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു നമുക്ക് ഇത്തരത്തിലുള്ള പുണ്യമായ കർമ്മങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.